ലോകത്ത് എവിടെ എന്ത് വലിയ കാര്യം നടന്നാലും അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നോക്കുന്ന ചിലരുണ്ട്. ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആ വലിയ വെടിനിർത്തലിനെ കുറിച്ചാണല്ലോ. എന്നാൽ ഈ ഒരു വെടിനിർത്തലിന് പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ ഹീറോസ് തങ്ങളാണ് എന്ന് ഇപ്പോൾ പാകിസ്ഥാൻ അവകാശപ്പെടുകയാണ്. വെറും അവകാശവാദം മാത്രമല്ല കേട്ടോ. പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറിനും പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനും ഈ വർഷത്തെ നൊബേൽ പീസ് പ്രൈസ് കൊടുക്കണമെന്നാണ് പാക് മാധ്യമങ്ങളും അവിടുത്തെ ബിസിനസ് ഗ്രൂപ്പുകളും വാദിക്കുന്നത്. ഈ ഒരു സംഗതി കേൾക്കുമ്പോൾ തമാശയായി തോന്നാമെങ്കിലും പാകിസ്ഥാൻ വിയർപ്പൊഴുക്കി തന്നെയാണ് ഈ ഒരു മധ്യസ്ഥ ശ്രമം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. ദ ഇസ്ലാമാബാദ് അക്കോർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വെടിനിർത്തൽ പ്രമേയം കൊണ്ടുവന്നത് പാകിസ്ഥാനാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും തമ്മിൽ ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന അതീവ രഹസ്യമായ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത് ജനറൽ അസീം മുനീറാണത്രേ. പാകിസ്ഥാന്റെ വാദം ഇതാണ്: വി ആർ ദി ബ്രിഡ്ജ് ബിറ്റ്വീൻ ദി ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്. അതായത് ചൈനയുമായി അടുത്ത ബന്ധമുള്ള, അമേരിക്കയുമായി സൗഹൃദമുള്ള, ഇറാനുമായി അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാൻ അല്ലാതെ മറ്റാരാണ് ഈ സമാധാനം കൊണ്ടുവരിക? ശരിക്കും സംഗതി ഗൗരവമാണ് സുഹൃത്തുക്കളെ. പാകിസ്ഥാനിലെ പ്രമുഖ മാധ്യമങ്ങളും ബിസിനസ് സംഘടനകളും ഇപ്പോൾ ഒരേ സ്വരത്തിൽ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ്. ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന രഹസ്യ ചർച്ചകളാണത്രേ ട്രംപിനെയും ഇറാനെയും ഒരു മേശയ്ക്ക് ചുറ്റും എത്തിച്ചത്. ഇതിന് പിന്നിലെ ബുദ്ധി അസീം മുനീറിന്റേതാണെന്ന് പാക് മാധ്യമമായ പാകിസ്ഥാൻ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് മറ്റൊരു സർപ്രൈസ് എൻട്രി. മുൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാനെ നോബൽ സമ്മാനത്തിനായി പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വെടിനിർത്തൽ കാരണം ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞു, ലോകം വലിയൊരു യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഈ സമാധാന ദൂതന്മാരെ ആദരിക്കണം എന്നാണ് ഇവരുടെ വാദം. ഇവിടെയാണ് നമ്മൾ പാകിസ്ഥാന്റെ മറ്റൊരു മുഖം കാണുന്നത്. സമാധാനത്തിന്റെ കാര്യത്തിൽ പാകിസ്ഥാൻ അത്ര മോശക്കാരല്ല എന്നതാണ് വാസ്തവം. UN പീസ് കീപ്പിംഗ് മിഷനുകളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സൈനികരെ അയക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. ഏകദേശം 2 ലക്ഷത്തിലധികം പാക് സൈനികർ ഇതുവരെ വിവിധ രാജ്യങ്ങളിൽ സമാധാനത്തിനായി ജോലി ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇത്രയും സമാധാനം പുറത്തുണ്ടാക്കുന്നവർ സ്വന്തം നാട്ടിലെ കാര്യം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പാകിസ്ഥാനെ ആരും പഠിപ്പിച്ചില്ലേ എന്നാണ് ലോകം ചോദിക്കുന്നത്. ഒരു വശത്ത് ഇറാൻ അമേരിക്ക വെടിനിർത്തൽ ഉണ്ടാക്കുമ്പോൾ മറുവശത്ത് അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തിയിൽ വെടിവെപ്പ് നടക്കുന്നുണ്ട്. ഇവിടെയാണ് ആ $1 മില്യൺ ചോദ്യം ഉയരുന്നത്. സ്വന്തം നാട്ടിലെ വിലക്കയറ്റവും രാഷ്ട്രീയ അസ്ഥിരതയും മാറ്റാൻ കഴിയാത്തവർക്ക് നൊബേൽ സമ്മാനം കൊടുക്കണമെന്ന് പറയുന്നത് അല്പം കടന്നുപോയില്ലേ? തീ കെടുത്താൻ വന്നവർ മഴ പെയ്തപ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നത് പോലെയാണിത്. പാകിസ്ഥാന്റെ ഈ നൊബേൽ മോഹത്തെ സോഷ്യൽ മീഡിയ ട്രോളുന്നത് ഇങ്ങനെയാണ്. അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയമോ വൈറ്റ് ഹൗസോ ഈ ഒരു പാക് മധ്യസ്ഥതയെക്കുറിച്ച് ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ട്രംപിന്റെയും ഇറാന്റെയും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ എപ്പോഴാണ് ഇത്ര പവർഫുൾ ആയത് എന്ന് എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. സത്യത്തിൽ ഒമാനും ഖത്തറും പോലെയുള്ള രാജ്യങ്ങളാണ് ഈ ചർച്ചകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. എന്നിട്ടും ക്രെഡിറ്റ് റോക്കറ്റ് പോലെ പാകിസ്ഥാനിൽ നിന്ന് ഉയരുന്നത് കാണുമ്പോൾ അല്പം കൗതുകം തോന്നാം. ഇതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വിഷയം കൂടി ചേർത്ത് വായിക്കണം. അതായത് നേറ്റോ സഖ്യകക്ഷികളായ ജർമ്മനിയും സ്പെയിനും സഹായിക്കാത്തത് കൊണ്ട് ട്രംപ് അവരെ ശിക്ഷിക്കാൻ നോക്കുമ്പോൾ തങ്ങൾ ട്രംപിനെ സഹായിച്ചുവെന്ന് വരുത്തി തീർത്ത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് കൂടുതൽ ഫണ്ട് വാങ്ങാനുള്ള ഒരു തന്ത്രമാണോ ഈ നൊബേൽ ക്യാമ്പയിൻ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. വയലേഷൻ ഓഫ് പ്രൈവസി എന്ന വലിയ പരാതി ഉയരുന്നുണ്ട്. ഈ സമാധാന ചർച്ചകൾക്ക് വേണ്ടി എത്തിയ വിദേശ പ്രതിനിധികളുടെയും നയതന്ത്രജ്ഞരുടെയും ഫോണുകളും ഡേറ്റയും പാകിസ്ഥാൻ ഏജൻസികൾ രഹസ്യമായി നിരീക്ഷിച്ചതായി ചില ആരോപണങ്ങളുണ്ട്. സമാധാനത്തിന്റെ പേരിൽ ഡേറ്റ ചോർത്തുന്നത് ഏത് തരം നയതന്ത്രമാണ്? സമാധാനത്തിന്റെ പേരിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നത് എത്രത്തോളം ശരിയാണ്? സ്വന്തം ജനതയുടെ സ്വകാര്യത പോലും മാനിക്കാത്ത ഒരു സിസ്റ്റം എങ്ങനെയാണ് ലോകത്തിന് മാതൃകയാകുന്നത്? ഇനി ഇവിടെ ഒന്നും കാര്യങ്ങൾ കഴിയുന്നില്ല. ഈ നൊബേൽ സമ്മാന മോഹത്തിന് പിന്നിൽ ഒരു സാമ്പത്തിക ലക്ഷ്യം കൂടിയുണ്ട്. ഷെഹബാസ് ഷെരീഫിന് നൊബേൽ കിട്ടിയാൽ അത് പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് ഒരു വലിയ ആശ്വാസമാകുമെന്ന് അവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അംഗങ്ങൾ പറയുന്നുണ്ട്. നൊബേൽ പ്രൈസ് കിട്ടിയാൽ പാകിസ്ഥാന്റെ ഇമേജ് ലോകത്തിന് മുന്നിൽ മെച്ചപ്പെടും. അങ്ങനെ വന്നാൽ മുങ്ങിത്താഴുന്ന പാക് സമ്പദ് വ്യവസ്ഥയിലേക്ക് വിദേശ നിക്ഷേപം ഒഴുകുമത്രേ. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ആയിട്ട് മാറുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള പാകിസ്ഥാന്റെ ഒരു വല്ലാത്ത പരക്കം പാച്ചിൽ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും സമാധാനത്തിന് വേണ്ടി കൈകൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അതിപ്പോൾ പാകിസ്ഥാൻ ആയാലും ആരായാലും. പക്ഷെ സ്വന്തം വീട് കത്തുമ്പോൾ അയൽക്കാരന്റെ വീട്ടിലെ തീ അണച്ചതിന് അവാർഡ് വേണമെന്ന് വാശി പിടിക്കുന്നത് കാണുമ്പോഴാണ് തമാശ തോന്നുന്നത്. ട്രംപിന്റെ ഗുഡ് ബുക്കിൽ ഇടം നേടാൻ പാകിസ്ഥാൻ ഇനിയും എന്തൊക്കെ വിദ്യകൾ കാണിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പാകിസ്ഥാന്റെ ഈ നൊബേൽ സ്വപ്നം സഫലമാകുമോ എന്ന് നമുക്ക് കണ്ടറിയണം. സമാധാനം ഉണ്ടാക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അത് ഉണ്ടാക്കിയത് ആരാണെന്ന കാര്യത്തിൽ ഇത്ര വലിയ തള്ളൽ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.